മനുഷ്യൻ എത്ര കാലം ജീവിക്കും? 100 വർഷം, അല്ലെങ്കിൽ പരമാവധി 120. മരണത്തെയും വാർദ്ധക്യത്തെയും ജയിക്കുക എന്നത് കാലങ്ങളായി മനുഷ്യൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു പുതിയ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ. നരയും ചുളിവുകളും വീഴുന്ന അവയവങ്ങൾ തളരുന്ന വാർദ്ധക്യത്തെ ഇനി നമുക്ക് മരുന്നിലൂടെ തടയാനാകുമോ? റഷ്യയിൽ നിന്നുള്ള ഏറ്റവും പുതിയ അവകാശവാദം ശാസ്ത്രലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. മനുഷ്യന്റെ DNA-യിൽ മാറ്റം വരുത്തിക്കൊണ്ട് വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ജീൻ തെറാപ്പി മരുന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് തങ്ങളെന്ന് റഷ്യൻ അധികൃതർ വെളിപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയുടെ ശാസ്ത്ര വിദ്യാഭ്യാസ മന്ത്രി ഡെനിസ് കിരൻസ്കയുടെ വാക്കുകൾ പ്രകാരം റേജ് എന്ന ജീനിനെ ലക്ഷ്യമിട്ടാണ് ഈ ഗവേഷണം പുരോഗമിക്കുന്നത്. ശരീരത്തിലെ കോശങ്ങളുടെ വാർദ്ധക്യവുമായി ബന്ധമുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ജീൻ തടയാൻ കഴിഞ്ഞാൽ കോശങ്ങളുടെ ക്ഷയപ്രക്രിയ വൈകിപ്പിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുമെന്നാണ് അവകാശവാദം. അതുവഴി ശരീരത്തിലെ അവയവങ്ങൾ കൂടുതൽ കാലം ആരോഗ്യകരമായി നിലനിർത്താനും ആയുസ്സുദൈർഘ്യം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് റഷ്യൻ ഗവേഷകർ പറയുന്നു. ഈ അവകാശവാദത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവർക്കിടയിൽ നടന്ന സംഭാഷണത്തിൽ മനുഷ്യർക്ക് 150 വർഷം വരെ ജീവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരാമർശമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബയോടെക്നോളജി അതിവേഗം വളരുകയാണെന്നും അവയവ മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ മനുഷ്യായുസ് ഗണ്യമായി ഉയർത്താനാകുമെന്നും ആ സംഭാഷണത്തിൽ ചർച്ചയായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വിദഗ്ധർ ജാഗ്രതയും ആവശ്യപ്പെടുന്നു. വാർദ്ധക്യത്തെ പൂർണ്ണമായി തടയുന്ന മരുന്ന് വികസിപ്പിക്കൽ അത്യന്തം സങ്കീർണമായ ശാസ്ത്രീയ വെല്ലുവിളിയാണ്. കോശങ്ങൾ, ജീനുകൾ, ഹോർമോണുകൾ, ജീവിതശൈലി, പരിസ്ഥിതി ഘടകങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് വാർദ്ധക്യം രൂപപ്പെടുന്നത്. അതിനാൽ ഒരു ജീനിനെ മാത്രം ലക്ഷ്യമിട്ട് മനുഷ്യായുസ് വൻതോതിൽ ഉയർത്താനാകുമോ എന്നത് ഇനിയും ക്ലിനിക്കൽ പരീക്ഷണങ്ങളും ശാസ്ത്രീയ തെളിവുകളും ആവശ്യമായ വിഷയമാണ്. എന്തായാലും ഈ ഗവേഷണം മനുഷ്യരാശിയുടെ ഏറ്റവും പഴയ സ്വപ്നങ്ങളിൽ ഒന്നിനെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുക. 150 വർഷം ജീവിക്കൽ ഇപ്പോൾ ദൂരസ്വപ്നമായിരിക്കാം. എന്നാൽ ശാസ്ത്രം മുന്നേറുന്ന വേഗം കണക്കിലെടുക്കുമ്പോൾ ഇന്നത്തെ അസാധ്യമായ ആശയം നാളെയുടെ യാഥാർത്ഥ്യമായി മാറുമോ എന്ന ചോദ്യമാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്.